കൈയടിക്കുന്ന ഓൾവേസ് എല്ലാവരും നോക്കിയാൽ ഭയങ്കര ഫ്ലാഷ് വെക്കുകയാണ്. Anyway, all the best, my loving brother, my loving sister. Wish you all the best, wish you all success, wish you all very wonderful happy marriage life. അപ്പോൾ നല്ലൊരു കൈയടി, നല്ലൊരു ഫോണിൽ ഇരിക്കുന്ന ആൾക്കാർ നിൽക്കുന്ന ആൾക്കാർ കൈ ഫ്രീ ആയിട്ട് നല്ലൊരു കൈ പോലെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ മിസ്റ്റർ റൈറ്റ് ഇത് ഒരു കാര്യം എനിക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഷിയാസിന് പറയാനായിട്ടുണ്ട്. ഇത് എന്റെ റിവെഞ്ച് ആണ്, സ്വീറ്റ് റിവെഞ്ച് ആയിട്ട് വേണമെങ്കിൽ നോക്കിയോ. മറ്റൊന്നുമല്ല, എന്റെ കല്യാണത്തിന് വന്നിട്ട് ആളെ എന്നോട് ഹാപ്പി ബർത്ത്ഡേ ആണ് പറഞ്ഞത്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അല്ല, ഇറ്റ്സ് ആക്ച്വലി ടുഡേ യു ആർ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തന്നെ തിരിച്ച് പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് ആളെ നെർവസ് ആക്കാൻ ചെയ്തത്. കാരണം വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പക്ഷെ എക്സാക്ട്ലി ഇത് ഹാപ്പി ബർത്ത്ഡേ ശരിക്കും ഒരാൾ ഹാപ്പി ബർത്ത്ഡേ ആണ്. യെസ്, നമ്മുടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ആണ്. നല്ല കൈയ്യ് ആൻഡ് ഒരു ബർത്ത്ഡേ സോങ് ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കേ. ഒരു ബർത്ത്ഡേ സോങ് പറഞ്ഞേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. DJ bro, can you play the സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് കൂടെ കൂടിയിട്ട് ഈ മോമെന്റിൽ ഈ ബർത്ത്ഡേക്ക്. യെസ് DJ bro, can you play the birthday song? നല്ലൊരു കൈ കൊടുക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ഏറ്റവും മെമ്മറബിളായിട്ടുള്ള മൊമെന്റ്സ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ വിവാഹ ദിവസങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ലക്കി ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു പെൺകുട്ടി തന്നെയാണ്. അതിന്റെ കൂടുതൽ ഇവിടെ ഷിയാസും ഏറ്റവും വലിയ ലക്കാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ആദ്യമേ തന്നെ ഈ വേദിയിൽ ഷിയാസിന്റെ ഇന്റിമേറ്റ് ഫാമിലിയുടെ ഒരു ഗ്യാതറിംഗിന് ശേഷമാണ് എല്ലാവരും ഫോട്ടോ സെഷനായിട്ട് വേദിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ദയവായിട്ട് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. രണ്ടുപേരുടെ ഫാമിലി മെമ്പേഴ്സ് പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. അവരെ വളരെ സ്നേഹത്തോടെ ഈ ഫാമിലി രണ്ടുപേരുടെയും പ്രിയപ്പെട്ട ദർഫയുടെയും ഷിയാസിന്റെ ഫാമിലി മെമ്പേഴ്സിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാമോ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഫാമിലി മെമ്പേഴ്സിന്റെ മൊമെന്റ്സ് ആണ്. ദയവായിട്ട് ഒന്ന് ഫാമിലി മെമ്പേഴ്സിന്റെ മൊമെന്റ് ആണ്. കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ളവർക്കുള്ള ഫോട്ടോ സെഷൻ ടൈം ആരംഭിക്കാനായിരിക്കും. സോ പ്ലീസ് എല്ലാവരും ഒന്ന് ഫാമിലി മെമ്പേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരെയും വേണ്ടി കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ ചെറിയൊരു മനോഹരമായ ഒരു ചടങ്ങിൽ വെച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. പരസ്പരം മാറി അണിയിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മൊമെന്റിൽ അവർക്ക് നല്ല ആശംസകൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഷിയാസ് നൽകി പരസ്പരം മാറണിയിച്ചുകൊണ്ട് ഈ വേദിയിൽ അവർ യാത്രയുടെ മൊമെന്റ് ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ ഉള്ളത് എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും സ്നേഹ സാന്നിധ്യത്തിൽ അവർ ഇരുവരും ചേർന്ന് പരസ്പരം ബാക്കിലെ കുറച്ച് സ്റ്റേജിലിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനാണ്. ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കോ. ഒന്ന് ഇറങ്ങിയിരിക്കോ. രണ്ടുപേരുടെ ഫാമിലി പ്ലീസ്. രണ്ടുപേരുടെ ഫാമിലി മൂവ് ബാക്ക്. നമ്മളിപ്പോൾ നിലവിൽ സ്റ്റേജിൽ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ദർഫയുടെ ഫാമിലി മാത്രമാണ് വന്നിരിക്കുന്നത്. മാഷാ അല്ലാഹ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രെച്ച് ഉണ്ടാവുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പെരുന്നാളിനായി മോശമല്ല. നമ്മൾ രണ്ട് ഫാമിലി സെപ്പറേറ്റ് എടുക്കാം. കാരണം ഓൾറെഡി ഒരു ഫാമിലിയുടെ പ്രസൻസ് ആണ്. അപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ഷിയാസിന്റെ ഫാമിലിയൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കാം. താങ്ക് യു സോ മച്ച്. ശ്രദ്ധിക്കുക, ഇവിടെ നിൽക്കുന്ന ഹോസ്പിറ്റൽ പറയുന്ന പോലെ ഇത് ചെയ്യാൻ നമുക്ക് ഒരുപാട് അനുഭവമുണ്ട്. കാരണം സ്റ്റേജ് ഹോസ്പിറ്റലിസ്റ്റ് ആണ്. എനിവേ താങ്ക് യു സോ മച്ച്.
Yes, sir. Count ചെയ്യാം. 10 മുതൽ count ചെയ്യാം. എല്ലാവരും count ചെയ്യാം. Start music. 10, 9, 10 low. 1.